പ്രിയ പ്രേക്ഷകർക്ക് 300 കോടി ക്ലബിലെത്തിയിരിക്കുന്ന ലോക എന്ന മലയാള സിനിമയുടെ സ്പെഷ്യൽ റിവ്യൂവിലേക്ക് സുസ്വാഗതം. ഞാൻ 3-4 വർഷമായിട്ട് പല പ്രാവശ്യം എൻ്റെ ബ്ലോഗിൽ കൂടി പറയുന്നുണ്ട്, സൗത്ത് ഇൻഡസ്ട്രി ഇന്ത്യൻ ഇൻഡസ്ട്രി കീഴടക്കും. മെല്ലെ മെല്ലെ ഈ ഇന്ത്യൻ ഇൻഡസ്ട്രി ഹോളിവുഡിലേക്ക് മെല്ലെ മെല്ലെ തേരോട്ടം നടത്തും. അതായത് സാവധാനം ഇൻഡസ്ട്രി മാറും. അതിനുശേഷം ഇന്ത്യൻ ഇൻഡസ്ട്രി 1,00,000 കോടി രൂപ കഴിഞ്ഞിട്ടുള്ള ബഡ്ജറ്റിൽ, അതായത് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി മെല്ലെ മെല്ലെ 1,00,000 കോടി ബഡ്ജറ്റിൽ എത്തുകയും ഇന്ത്യൻ ഇൻഡസ്ട്രി ഏകദേശം ഒരു 1,50,000 കോടി ബഡ്ജറ്റിലേക്ക് കാലാന്തരങ്ങളിൽ അടുത്ത് താമസിക്കാതെ വളരും. അത് ഞാൻ പറഞ്ഞത് കുറച്ചു കാലം ഉണ്ട്. അതിന്റെ ഒരു മുന്നോടി ആയിട്ട് ഞാൻ പ്രവചിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതായത് തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാള ഇൻഡസ്ട്രി മെല്ലെ മെല്ലെ ഇന്ത്യൻ ഇൻഡസ്ട്രി കീഴടക്കുമെന്നും ആ ഇൻഡസ്ട്രിയുടെ കീഴിൽ നമ്മുടെ നോർത്ത് ഇൻഡസ്ട്രി എത്തപ്പെടുമെന്നും ഞാൻ പറഞ്ഞു. എന്നിട്ട് സൗത്തിലുള്ളവരൊക്കെ തന്നെയായിരിക്കും നോർത്ത് ഇൻഡസ്ട്രി കീഴടക്കുന്ന പ്രധാനപ്പെട്ട പല ആൾക്കാരും. ഇത് ഞാൻ 2-3 വർഷം മുമ്പ് പ്രവചിച്ച കാര്യമാണ്. ഞാൻ അന്ന് പ്രവചിക്കുമ്പോഴും ഇപ്പോഴും ആരും അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് തുടരും. അതിന്റെ എന്റെ പ്രവചനത്തിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പൊ ലോക സിനിമ ഇന്ന് എവിടെ എത്തി നിൽക്കണമെന്ന് ഞാൻ പ്രേക്ഷകർക്ക് പറയേണ്ട കാര്യമുണ്ടോ? 30-40 കോടി രൂപ ബഡ്ജറ്റിൽ ഇറക്കിയ ലോക എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമും, 2 ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ, അതായത് ഒരു 15 വയസ്സിന് താഴെയുള്ള 12-13 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയും പ്രിയദർശന്റെ മകളായ കല്യാണി പ്രിയദർശനും കൂടെ അഭിനയിച്ച ലോക എന്ന് പറയുന്ന സിനിമയുടെ എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്ന് ഞാൻ ഈ പടം കണ്ട് ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്ന്, ഇനി ഇപ്പോൾ ഞാനൊരു ബൈ ചാൻസിൽ ഇന്ന് ഫേസ്ബുക്ക് വഴി വായിച്ചതാണ്, ലോക സിനിമ കാരണം മാത്രമാണ് പ്രിയദർശനും പ്രിയദർശന്റെ വൈഫായ ലിസിയും തമ്മിൽ കോംപ്രമൈസ് ആവാൻ പോകുന്നു എന്നൊന്ന് വായിച്ചു. ശരിയാവണമെന്നില്ല. കാലം മാറുന്ന മാറ്റം കണ്ടോ? ഞാൻ അന്നും എൻ്റെ ഇതിൽ കൂടി ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, പ്രിയദർശനും ലിസിക്കും ലഭിച്ച ഒരു വൈഡൂര്യമാണ് ഈ കല്യാണി പ്രിയദർശൻ. ഞാൻ ആ വാക്കെന്ന് പറയുമ്പോൾ ഇവർ തിരിച്ച് ഒരുമിക്കുമെന്നോ ആ ഒരു അർത്ഥത്തിലൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ ഒരു കൺസെപ്റ്റിലും അല്ല പറഞ്ഞത്. അത് അവരെ കുടുംബകാര്യമാണോ, അതിലൊന്നും ഇടപെടാനോ അതിനെക്കുറിച്ചൊരു ചർച്ചയ്ക്ക് എടുക്കുവാനോ ഞാൻ തയ്യാറില്ല. ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പക്ഷേ അവർക്ക് കിട്ടിയ ഒരു വൈഡൂര്യം തന്നെയാണ് ഈ കുട്ടി. ഒന്ന്. രണ്ടാമത്, ഇന്ന് 300 കോടി ക്ലബിലേക്ക് 210 കോടി ഇന്നലെ വരെയുള്ള കളക്ഷൻ കഴിഞ്ഞു ലോക സിനിമ. ഈ സിനിമ അടുത്തൊരു 10 ദിവസം പോകില്ല. കാരണം ഇപ്പോഴത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 15 കോടിയാണ് പെർ ഡേ. അപ്പൊ പെർ ഡേ 15 കോടിയാണെങ്കിൽ 10 ദിവസം വേണ്ട ഈ സിനിമ ടോപ്പ് ലെവലിലോട്ട് കയറാൻ, ടോപ്പ് ലെവലിലോട്ട് പോകാൻ. അപ്പോൾ 10 കോടി, അതായത് അടുത്ത 100 കോടി ക്ലബിൽ എത്താൻ കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോക്കനുസരിച്ചെങ്കിൽ 6 അല്ലെങ്കിൽ 7 ദിവസം 300 കോടി ക്ലബിലെത്തും. ഈ പോക്കാണെങ്കിൽ പടം 400 കോടിയൊക്കെ ജമ്പി. കാരണം ഇത് പടം വിദേശത്തൊക്കെ ഹിറ്റാവുകയാണ്. 300 കോടിയിൽ നിന്ന് ഇനി 300 കോടിയിലെത്തുകയും, കാരണം ഈ പടത്തിന് സാറ്റലൈറ്റ് കൊടുത്തിട്ടില്ല. സാറ്റലൈറ്റ് കൊടുക്കാത്തതുകൊണ്ട് ലിമിറ്റഡ് പീരീഡ് ഓഫ് ഇല്ല തിയേറ്റർ പ്ലേയിങ്ങിന്. ലോകത്തെ എല്ലാ സ്ഥലത്തും കളിച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിന്റെ പ്രൊഡ്യൂസറായ ദുൽഖറിനും ടീമിനും സാറ്റലൈറ്റ് കൊടുത്താൽ മതി. അപ്പൊ എന്റെ കണക്കൂട്ടലിലാണെങ്കിൽ ഇൻഡസ്ട്രി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ദുൽഖർ എന്നാണ് ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ കമന്റ്സിൽ കൂടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും സിനിമ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടെത്തിക്കും അവരവരുടെ ലാംഗ്വേജിൽ. അങ്ങനെയാണെങ്കിൽ പടം 500 കോടി ക്ലബിലെത്തും. 500 കോടി ക്ലബിലെത്തിയതിനു ശേഷം ഇദ്ദേഹം സാറ്റലൈറ്റിൽ ഈ പടം 200 കോടിക്കെങ്കിലും വിൽക്കും. അപ്പോൾ ഒരു 700 കോടി വരെ ഇതിന്റെ ബിസിനസ് പോവാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ 1,00,000 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ബിസിനസ് പറഞ്ഞെങ്കിൽ എത്ര കാലം വേണം നമ്മൾ 4 ഇൻഡസ്ട്രി കൂടെ വരാൻ? ഇന്ത്യൻ ഇൻഡസ്ട്രി 1.5 ലക്ഷം കോടി രൂപ വരെ ഹെവി ബിസിനസ്സിലെത്താൻ എത്ര കാലം വേണം? ഇതെല്ലാം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു ഉത്സാഹം കണ്ടിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന ജോലിക്ക് വേണ്ടി മാത്രം പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യണ സ്കൂളുകളെ വെച്ചെന്നല്ല ഞാൻ സംസാരിച്ചത്.
ഞങ്ങളൊക്കെ ആഗ്രഹങ്ങളോടുകൂടി ജീവിക്കുകയും പിന്നെ അതിനുശേഷം ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഐഡിയ ഉള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ചപ്പാടാണ്. അങ്ങനെ ഐഡിയ ഉള്ള പിള്ളേർക്കൊന്നും ഒരിക്കലും ഒരു ജോബിനോടും താല്പര്യമില്ല. അവരെപ്പോഴും വൈഡ് തിങ്കേഴ്സാണ്, വൈഡ് തിങ്കേഴ്സ്. ഇവിടെ ഇരിക്കണ എനിക്ക് ആഫ്രിക്കൻ കാടുകളിൽ എന്ത് നടക്കണം എന്ന് ചിന്തിച്ചാൽ മാത്രമേ അത് നമ്മൾ വൈഡ് തിങ്കേഴ്സ് ആവുള്ളൂ. ഇവിടെ ഇരിക്കണ ഞാൻ നെപ്റ്റ്യൂണിലോ പ്ലൂട്ടോയിലോ എന്ത് നടക്കണമെന്ന് ചിന്തിച്ചാൽ മാത്രമേ ഞാൻ വൈഡ് ആവുള്ളൂ. അല്ലാതെ എൻ്റെ ചുറ്റും ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്തിരിക്കുന്നവരെ കുറിച്ചല്ല. എൻ്റെ ചുറ്റിലും ഒരു ജോലി വാങ്ങിക്കുക, അതിനനുസരിച്ച് 1 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുക, അതിവിടുത്തെ വലിയ ഗ്രേഡാണ് ചിന്തിക്കുന്ന അങ്ങനെയുള്ളവർക്കൊന്നും ഇതൊന്നും പറഞ്ഞിട്ടുള്ള പണിയൊന്നുമല്ല. അങ്ങനെ ഉള്ളവരുടെ ഒരു ലോകമായിരുന്നു ഇത്. പക്ഷെ ഇപ്പൊ മാറിയിരിക്കണു പുതിയ കുട്ടികൾ. പുതിയ കുട്ടികളൊന്നും മോശമൊന്നുമല്ല. നിങ്ങൾ ഈ പല കാര്യങ്ങളും അവരെ പുറത്ത് അധിക്ഷേപിക്കും. ഈ പുതിയ കുട്ടികളില്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങൾ വരുമോ? ഹൈ ലെവലിൽ കാര്യങ്ങൾ വരുമോ? വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ എനിക്ക് വയസ്സെത്രയാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1976 എൻ്റെ ബർത്ത്. ആ ലെവലിൽ നിൽക്കണ ഞാനാണ് പുതിയ കുട്ടികളെ കുറിച്ച് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കുട്ടികളിൽ അഗ്രസീവായൊരു എഫോർട്ടുള്ള കുട്ടികളൊക്കെ തന്നെ ഇതിലാണ് പോണത്. പകരം നമ്മളെ രക്ഷകർത്താക്കൾ അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റു പലരും അടിച്ചേൽപ്പിക്കുന്ന തൊഴിലിന് മാത്രം വേണ്ടി പഠിക്കുന്ന കുട്ടികളാണ് അങ്ങനെ ഇരിക്കുന്നവർ. അവർക്കൊന്നും വൈഡ് ചിന്താഗതി വരൂല. എങ്ങനെ വരാനാണ്? അവരൊരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. ഒരു പർപ്പസ് വിഷയത്തിന് നിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അത് തേടുമ്പോൾ നിങ്ങൾ കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ ജീവിതം മൊത്തം അവിടെ ഇരിക്കും. അങ്ങനെ അല്ലാത്ത കുട്ടികളോട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം സംസാരിക്കുമ്പോൾ അവരുടെ വീവാണ് ഞാൻ എന്നെ കൊണ്ട് ഇത് പറയിക്കുന്നത്. എന്റെ കാലത്ത് ഈ വീവുള്ള ഒരു കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ബഡ്ജറ്റ് ഇല്ല. ഇന്നങ്ങനെയല്ല. വീവ് ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് ചെയ്യാൻ ലക്ഷക്കണക്കിന് പേര് വരുന്നുണ്ട്. കാരണം ബിസിനസ് പ്ലാനിങ് ഉണ്ട്. 100 കോടി ഇറക്കി ഇതിങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ വൈഡായിട്ട് ചെയ്താൽ അത് എങ്ങനെ തിരിച്ചു കിട്ടും? ആദ്യത്തെ 10 ദിവസം കൊണ്ട് ഗ്യാരണ്ടി ആവും. ഡിസ്ട്രിബ്യൂഷൻ കിട്ടുമ്പോഴത്തേക്ക് അതിന് പ്രൊഡ്യൂസേഴ്സ് പൈസ ഇറക്കാൻ തയ്യാറാക്കും. എന്നിട്ട് ഇതുപോലെ ലോക പോലുള്ള സിനിമകൾ പോലെ മിന്നും വിജയം വരാനുള്ള സാധ്യത ഭയങ്കരമാണ്. അതും അവർ സ്വപ്നം കാണും. അങ്ങനെ റിസ്ക് എടുക്കണവർക്കല്ലേ വിജയമുള്ളൂ, റിസ്ക് എടുക്കണവർക്കല്ലേ തോൽവിയുള്ളൂ. ഒന്നുമില്ലാത്തവർക്ക് എന്താണുള്ളത്? സ്റ്റേ ചെയ്യുന്നു ടേബിളിൽ, അവിടെ വരുന്ന ഫയലുകളോ എന്തെങ്കിലും ഒപ്പിടുന്നു, എന്തെങ്കിലും ചെയ്യുന്നു, വരണം എല്ലാവരെയും ശല്യം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അവരെ മുമ്പ് അവർ അപേക്ഷയായിട്ട് പറഞ്ഞവരെ ശല്യം ചെയ്യുന്നു. അവരെ ഒരു ശല്യമായിട്ട് ഇവർക്ക് മാറുന്നു. കാരണം അവർക്ക് അതിനൊന്നും ഒരു പാഷനും ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? മൊത്തത്തിൽ നമ്മുടെ സാമൂഹ്യ സ്ട്രക്ചർ തെറ്റിപ്പോകുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. പുതിയ ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യുന്ന പിള്ളേരുടെ ഒരു കൂട്ടമാണ് ഈ ലോകം. അവർ ഒത്തുചേരുമ്പോൾ അവരതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ പലതും സംഭവിക്കും. അങ്ങനെയാണ് രാജ്യം വളരണത്. ഇവിടുത്തെ ഒരു ഗവൺമെന്റ് എംപ്ലോയി കൊണ്ട് ഒരു രാജ്യവും വളർന്നിട്ടില്ല. ഇവിടെ രാജ്യം വളർന്നതെല്ലാം അടുത്ത ഓരോ ജനറേഷനും മാറി വരുന്ന ചിന്താഗതി, അതിനനുസരിച്ചുള്ള എഫക്റ്റും എടുക്കുമ്പോഴാണ് ബിസിനസ് വളരുന്നത്. പല മേഖലകളും പറഞ്ഞത്. അതിൽ നിന്നാണ് പണം മൊത്തവും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, ഇന്ത്യൻ ഇൻഡസ്ട്രി വളർന്നാൽ വേൾഡിൽ നിന്ന് പണം എവിടെ വന്നുകൂടും? നമ്മളെവിടെ കൂടും? പണം പുറത്തുനിന്ന് വേൾഡ് വൈഡ് നമ്മളൊരു സ്ഥലത്തോട്ട് വന്ന് ബാങ്ക് പോലെ ഹബ്ബായാൽ മാത്രമാണ് നമ്മുടെ നാട് വളരുള്ളൂ. പകരം നമ്മളെ പണം അങ്ങോട്ട് പോകണമെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ഡീഗ്രോത്തി വരും. നമ്മുടെ പൈസ ഇങ്ങോട്ട് വരുന്നു എന്ന്, പലയിടത്തു നിന്നുള്ള പൈസ നമ്മുടെ നാട്ടിലോട്ട് വരുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ പലർക്കും കടിക്കും. അവർ ബഹളം ഉണ്ടാക്കും, നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ പിള്ളേർ ബ്രില്യൻ്റ് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള പിള്ളേരുടെ കൂട്ടമുണ്ട് ഈ നാട്ടില്. ആ കുട്ടികളോട്ട് ചർച്ച ചെയ്തിട്ടാണ് ഞാൻ ഓരോന്നും പ്രവചിക്കുന്നത്. അല്ലാതെ എന്റെ മിടുക്കൊണ്ട് ഞാൻ ഒന്നും പ്രവചിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് അങ്ങനെയുള്ള കഴിവുമില്ല. ഞാനൊരു സ്കില്ലിയുടെ ആളേ അല്ല. ഞാൻ പഠിച്ചത് ഞാൻ ചർച്ച ചെയ്തതും വച്ചിട്ടാണ് പറയണത്. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു സ്കില്ലിടോ ഇമാജിനറി പവറുള്ള ആളല്ല. ഞാനൊരു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനൊരു ഒട്ടും ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനാണ്. ഞാനൊരു നല്ല മനുഷ്യനല്ല. ബ്രെയിൻ ബേഡ് നോക്കിയാൽ എൻ്റെ IQ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100ൽ 10 പോലും കോട്ട് ചെയ്യാൻ പറ്റൂല. ഞാനിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും വീണ്ടും പറയണത്, ലോക എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അത് പറഞ്ഞു തന്നു. പക്ഷെ ആ പടം 300 കോടി ക്ലബിലേക്ക് പോയി, ഇനി 400 ആയി, അത് 500 കോടി ഒരു ബിസിനസ് നടക്കും എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പ്രവചിച്ച കാര്യങ്ങളാണ്. നമ്മുടെ ഇൻഡസ്ട്രികളെല്ലാം മാറുന്നുണ്ട്. അത്രയ്ക്കാണ് നമ്മളെ ജനറേഷന്റെ ഡ്രീം. ഞാൻ എല്ലാവരും പറയുന്നത്, കുട്ടികളുടെ ഡ്രീമിലേക്ക് അവരെ ഇറക്കി വിടൂ. ജയിക്കുക തോക്കേ ചെയ്യട്ടെ. പരാജയപ്പെടുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കൂ, ജയിക്കുമ്പോൾ സന്തോഷിക്കൂ. 100 പേര് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ 10 പേര് ജയിക്കും, 90 പേര് പരാജയപ്പെടും. ആ 90 പേരുടെ പരാജയം അടുത്ത വിജയമായിട്ട് മാറും. അതാണ് രാജ്യത്തിന് ഗ്രോത്ത് ഉള്ളൂ. അല്ലാതെ ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ട് രാജ്യത്ത് ഗ്രോത്ത് ഇല്ല. നമ്മൾ ടാക്സ് വാങ്ങിച്ചാൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോകണേ, അല്ലാതെ എന്ത് ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു സിംഗിൾ പൈസ ഗ്രോത്ത് ഉണ്ടാവില്ല.
അത് ഞാൻ തുറന്നു തന്നെ പറയണം. നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് ഇപ്പൊ നമ്മുടെ നാടിന്റെയൊക്കെ ഡെവലപ്മെന്റിന്റെ ഗ്രോത്ത് വേണമെല്ലാം പ്രൈവറ്റുകാരനെ കൊണ്ടാണ്. പ്രൈവറ്റ് എന്ന് പറയുന്നത് എങ്ങനെ, നമ്മൾ പിള്ളേരെ കൊണ്ടല്ല, പ്രൈവറ്റ് കമ്പനി എന്നല്ല ഞാൻ പറയണത്. പിള്ളേരിങ്ങനെ ആഞ്ഞ് പണിയെടുത്തിട്ട് അത് ലോകത്തിന്റെ പല ഭാഗത്തുള്ള പൈസ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെയുള്ള മിടുക്കർ പിള്ളേരെടുക്കണതാണ് ഈ സിനിമകളെല്ലാം. പിള്ളേരുണ്ടെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞാണ്, ലോക എന്ന് പറയുന്ന സിനിമ 300 കോടി ക്ലബിലോട്ട് എത്താൻ പോവുകയാണ്. പ്രിയ ലോക സിനിമയിൽ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ച ദുൽഖർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്കുള്ള ക്രെഡിറ്റ് തന്നെയാണ് ഏറ്റവും വലുത്. കാരണം ഇങ്ങനൊരു കഥ കേൾക്കുകയും പെട്ടെന്ന് അത് തലയിൽ ക്ലിക്കാവണമെങ്കിൽ ദുൽഖറിന് വ്യൂ വേണം. വ്യൂ ഇല്ലാത്തവർക്കൊന്നും ക്ലിക്കാവില്ല. നമ്മൾ എന്ത് ആശയം പറഞ്ഞ് നമ്മൾ പലയിടത്തും പോയി നോക്കുക, അവന് വ്യൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂ എല്ലാം വേസ്റ്റാണ്. നമ്മൾ എത്ര വ്യൂ പറഞ്ഞ് കയറി ഇറങ്ങി പലയിടത്തും പറഞ്ഞു നോക്കും. നമ്മളതിൽ ഫണ്ടില്ലാത്തതുകൊണ്ടല്ലേ കണ്ടവൻ്റെ അടുത്ത് കയറി പറയാൻ പോണത് അല്ലേ? അവൻ്റെ കയ്യിൽ ഫണ്ടുണ്ട്, അവനത് മനസ്സിലാക്കിയാൽ 10 കോടി ഇറക്കിയാൽ 30 കോടി തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. അവന് വീവുള്ളവൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മാത്രമാണ് അവർക്കത് മനസ്സിലാവുള്ളൂ. ദുൽഖറിന് വീവുണ്ട്, അതുകൊണ്ട് ഈ കഥ കേട്ടപ്പോൾ മനസ്സിലായി. അദ്ദേഹം അത് യൂണിവേഴ്സിലോട്ട് മാറ്റാൻ പറഞ്ഞു. 2 വർഷം കൊണ്ടാണ് ഈ കഥ തയ്യാറായത്. മനസ്സിലായോ? ഈ സ്ക്രിപ്റ്റ്, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ 5 പാർട്ടിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ അവർക്ക് ഒരു പെൺകുട്ടിയുണ്ട് ഇതിനകത്ത്. ആ പെൺകുട്ടിക്കും നമ്മളതിന്റെ ഡയറക്ടറും കൂടെ 2 വർഷം എടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് ആക്കാൻ. എന്നിട്ടാണ് ഇത് നിങ്ങൾ നോക്കി നോക്കൂ, ഈ ലെവലിലോട്ട് ഈ പടത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ബഡ്ജറ്റിങ്ങും പ്ലാൻ ചെയ്യണത്. എന്നിട്ടും നോക്കണം 110 കോടി രൂപ ബഡ്ജറ്റ് അവർ യൂണിവേഴ്സ് ലെവലിൽ ചെയ്യാൻ നോക്കണം. അപ്പോഴും ദുൽഖർ എന്ന് പറയുന്ന നട എടുക്കുന്ന എഫക്റ്റ് ഭയങ്കരമാണ്. പക്ഷെ അദ്ദേഹത്തിന് 100 കോടി ബഡ്ജറ്റ് ഒരു വലിയ വിഷയമല്ല എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹത്തിന് പല ബിസിനസ് ഉള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് സിനിമ ഇൻഡസ്ട്രിയെക്കാളും വലിയ ബിസിനസ് ഉണ്ട് നമ്മുടെ 2 വീലർ ഇൻഡസ്ട്രിയിൽ, 2 വീലറിന്റെ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ, 2 വീലറിന്റെ IT ഇൻഡസ്ട്രിയിൽ. അദ്ദേഹം അതൊക്കെ വളരെ പ്ലാനഡാണ്. അദ്ദേഹം അമേരിക്കയിലാണ് പഠിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ദുൽഖർ ഇന്ത്യയിലൊന്നുമല്ല പഠിച്ചത്, അമേരിക്കയിലാണ്. നിങ്ങളെ മനസ്സിലാക്കണം. നമ്മുടെ പൃഥ്വിരാജ് ഇന്ത്യയിലൊന്നുമല്ല പഠിച്ചത്, ഇന്ത്യയിലല്ല പഠിച്ചത്. അദ്ദേഹം പഠിച്ചത് ഓസ്ട്രേലിയയിലാണ്, ഓസ്ട്രേലിയ. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ചാൻസ് കിട്ടിയപ്പോൾ അവർ വൈഡായിട്ട് പ്രവർത്തിക്കുന്നത്. അവിടെ പോയി ഇവര് പഠിച്ചതിന്റെ കൂടെയാണ് വൈഡ് തിങ്ക്. റെസ്ട്രിക്ഷൻ വച്ചല്ല പഠിക്കേണ്ടത്, വൈഡ് തിങ്കോടെ കുട്ടികൾ പഠിക്കണം. മാർക്കിനല്ല പഠിക്കേണ്ടത്, വൈഡ് തിങ്ക് ഉള്ളവനാണ് ഗ്രാഫ് കൊടുക്കേണ്ടത്. അല്ലാതെ ഞാൻ എഴുതി ഉണ്ടാക്കുന്ന ഒരു പുസ്തകം പഠിച്ചിട്ട് എൻ്റെ IQയിൽ കയറ്റി വെച്ചിട്ട് അത് കാണാതെ എഴുതിയിട്ട് കുറെ എഴുതിയിട്ട് അതിൽ ബെറ്റർ ആയിട്ട് എടുക്കുമ്പോൾ മിടുക്കനെന്ന് പഠിപ്പിക്കുന്നതാണ് ഇപ്പോഴും നമ്മുടെ സ്കൂളിലെ എല്ലാ അധ്യാപകരും. അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷനും അല്ല. വൈഡ് തിങ്ക്, നീ പഠിച്ചതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, അതിനെ എങ്ങനെ വൈഡ് തിങ്ക് ആയിട്ട് ചെയ്യണം, അതിലെങ്ങനെ പ്രോജക്റ്റ് ഉണ്ടാക്കുക, ആ പ്രോജക്റ്റ് രാജ്യത്തിന്റെ ഗ്രോത്ത്. എന്ത് മമ്മൂട്ടിക്ക് ഇവിടെ പഠിപ്പിക്കാൻ സ്കൂളില്ലാത്തതുകൊണ്ടാണ് ദുൽഖറിനെ USA വിട്ടത്? എന്ത് ഇവിടെ പഠിപ്പിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പൃഥ്വിരാജിനെ ഓസ്ട്രേലിയയിൽ വിട്ട് പഠിപ്പിച്ചത്? എന്നിട്ട് തന്നെ ഇവരിവിടെ വന്നിട്ട് ഈ ഭയങ്കര പരിപാടിയായിട്ട് ഇപ്പൊ നടക്കുന്നത് ഇന്റർനാഷണൽ ബിസിനസ്സോട്ട്. നമ്മുടെ വിദ്യാഭ്യാസം ഒന്നും മോശമെന്നല്ല ഞാൻ പറയണത്. ചേഞ്ച് ചെയ്യൂ, മാറ്റൂ, മാറ്റപ്പെടേണ്ടതുണ്ട്. ലോക സിനിമ ഞാൻ നിങ്ങളുടെ മുമ്പ് പ്രൊജക്ട് ചെയ്യണത് അതാണ്. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടോ, ഐഡിയ ഉണ്ടോ, നിങ്ങൾ അതിനുവേണ്ടി പണിയെടുക്കൂ. സിനിമ അങ്ങനെ പ്രൊജക്ട് ചെയ്യണം. ഞാൻ അതാണ് പ്രേക്ഷകരെടുത്ത് പറയണത്. സ്കൂളുകളിൽ ഞാൻ പറയണം, മാറി ചിന്തിക്കൂ, മാറൂ. കാലം മാറിക്കൊണ്ടിരിക്കണു. നിങ്ങളെ എത്ര പേർക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കാൻ പറ്റും? ഒരു വർഷം 2.5-3 ലക്ഷം കുട്ടികൾ പഠിച്ചിറങ്ങണം. 10,000 പേർക്ക് താഴെയാണ് ഗവൺമെന്റ് ജോബ് വേക്കൻസി. ബാക്കിയുള്ളവർക്ക് തൊഴിൽ വേണ്ടേ? ചെറിയ തൊഴിൽ ഇന്റർനാഷണൽ ലെവലിൽ വേണ്ടേ? നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എൻ്റെ കുട്ടികൾ താഴെ ലോക്കൽ ശമ്പളം വാങ്ങണമെന്ന് ചിന്തിക്കുമോ? അങ്ങനെ ചിന്തിക്കുന്ന അധ്യാപകരാണെങ്കിൽ അവർ വിഡ്ഢികളല്ലേ? ഞാനൊരു അധ്യാപകനാണെങ്കിൽ ഞാൻ പഠിപ്പിക്കണ എൻ്റെ 10 കുട്ടികളുണ്ടെങ്കിൽ അവർ 10 പേരും എങ്ങനെ പോയാലും മാസം 10 ലക്ഷം രൂപയെങ്കിലും വാങ്ങുന്ന രീതിയിൽ എത്തട്ടെ എന്നല്ലേ ഞാൻ ചിന്തിക്കുള്ളൂ. എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. എനിക്കല്ല ചിന്തിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ചിന്തിക്കൂ. അങ്ങനെ ചിന്തിക്കുമ്പോഴേ എന്ത് ചെയ്യണം, കുട്ടികൾ വേറെ ലെവലിൽ 10 ലക്ഷം മാസം 10 ലക്ഷം രൂപ കൊടുക്കണ ശമ്പളം കൊടുക്കണ എത്ര ഗവൺമെന്റ് ജോലിയുണ്ട് ഇവിടെ? ഒന്ന് പറഞ്ഞേ. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? മൾട്ടി ലെവലിൽ ഇറക്കണം. നിങ്ങൾക്ക് അതിന് ഞാൻ ഉദാഹരണം പറയാം. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ രജനീകാന്തിന്റെ ഒരു സിനിമയുണ്ട്,
കൂലിയിലെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ സാലറി 4 കോടി രൂപയാണ്. അദ്ദേഹം ഒരു വർഷം 3 സിനിമ എഡിറ്റ് ചെയ്യും. 12 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ വരുമാനം. ഇവിടെ എവിടെയാണ് ഈ ശമ്പളം കിട്ടുന്നത്? അദ്ദേഹം ബ്രില്യൻ്റ് ആയിരുന്നു. ബ്രില്യൻ്റ് ആയപ്പോൾ അദ്ദേഹത്തെ തിരിച്ചിവിടെ ആളുണ്ടായി. അദ്ദേഹം അത് മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹം ഇവിടെ പോയി എഡിറ്റിംഗ് വർക്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ആ പണിയോട്ട് പോയി. ആ അദ്ദേഹത്തെ ഞാൻ പിടിച്ച് ഇവിടെ ഒരു LD ക്ലാർക്കാക്കി എന്ത് ചെയ്യും? മാസം 1 ലക്ഷം രൂപ ശമ്പളം കിട്ടും. അവന്റെ ആയുസ് കാലം അധ്വാനം ചെയ്യും പണത്തിന്റെ മുമ്പ് എത്താൻ പറ്റും. അവൻ 1 വർഷം കൊണ്ടുണ്ടാക്കുന്ന പണത്തിന്റെ മുമ്പ് എത്താൻ പറ്റുമോ? ഇതാണ് ഞാൻ എല്ലാ അധ്യാപകരുടെ അടുത്തും പറയണ അതാണ്. കുട്ടികളും വളരെ വൈഡ് മനുഷ്യരാണ്. അത്തരം ഒരു കൂട്ടായി ലോകത്തുണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ പിള്ളേരൊക്കെ ബ്രില്യൻ്റ് ആണ്. എന്റെ രാജ്യം തന്നെയാണ്, ബ്രില്യൻ്റ് ആണ്. ആ രീതിയിൽ നിങ്ങളെ കുട്ടികളെ തുറന്നുവിടൂ. ഇപ്പോഴും ഞാൻ പലരെയും കണ്ട് സംസാരിക്കുമ്പോൾ അവർ പറയണത് എന്താണ് പറയണത്? അയ്യോ, മറ്റേനൊക്കെ വിട്ട് ഞങ്ങളെ കുട്ടികളെല്ലാം അടാർ തോൽവിയായി പോകും. നിങ്ങൾ വലിയ ചിന്തക്കിലാണ് കുട്ടിയെ വലിയ വൈഡായിട്ട് പോകണമെന്ന് ചിന്തിക്കണമെങ്കിൽ അവരെ തുറന്നു വിടൂ. നിങ്ങളല്ല, ഞാൻ പറഞ്ഞ ഒരു പർപ്പസ്, നിങ്ങൾ ഇങ്ങനെയെങ്കിലും പഠിച്ച ഒരു തൊഴിൽ വാങ്ങണം, ഒരു 50,000 1 ലക്ഷം രൂപ ശമ്പളം കിട്ടണം, അവനെ കൊണ്ട് നാട്ടുകാർക്കൊക്കെ ഉപദ്രവമായിരിക്കണം, എന്നിട്ട് ഇവിടെ കിടന്ന് ജാടയും കാണിച്ചിറക്കണം. അത്തരം രീതിയിൽ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ തുറന്നു വിടണ്ട. നിങ്ങൾ ലോക്ക് ചെയ്ത് പഠിപ്പിച്ചാൽ മതി. അവർക്കേ പറ്റുമോ പണി? കാരണം ലോക്ക് ചെയ്ത് പഠിപ്പിക്കണത് എപ്പോഴും മടിയനായിരിക്കും. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ആരായാലും അവർ മടിയന്മാരായിരിക്കും. അവർ മടിയന്മാരാണ്. കാരണം അവർ ലോക്കഡാണ്, ലോക്കൽ സിസ്റ്റത്തിൽ വളരണയാണ്. മറ്റവരല്ല. എത്ര പഠിച്ചാലും എന്ത് ചെയ്താലും അതിന്റെ അപ്പുറം ചിന്തിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്നിട്ട് അവനെ മൂണിൽ വിട്ട് കഴിഞ്ഞാൽ അവൻ അടുത്ത് എങ്ങനെ യുറാനസിൽ പോവാന്ന് ചിന്തിക്കും. യുറാനസിൽ വിട്ട് അവൻ എങ്ങനെ ചിന്തിക്കും പ്ലൂട്ടോയിൽ പോവാന്ന്. പ്ലൂട്ടോയിൽ പോയി എത്തിക്കഴിഞ്ഞാൽ അവ അടുത്ത് ചിന്തിക്കണത് എങ്ങനെ ഒത്തുമെങ്കിൽ സൂര്യന്റെ അകത്ത് കയറിയിരിക്കാന്ന് നോക്കുവേ. അത്തരം ചിന്തിക്കുന്നവരുടെ ലോകമാണ് നമുക്ക് ആവശ്യം. അതാണ് ലോക സിനിമ കാണിക്കുന്നത്. ലോക സിനിമ എന്ത് സ്റ്റൈലാണ്? ദുൽഖറിന് അഭിനന്ദനങ്ങൾ. പിന്നെ അതിൽ പഠിപ്പിച്ച, അതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ പല പ്രാവശ്യം ഇതിനുമ്പ് എൻ്റെ ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ആ സിനിമയുടെ ലെവൽ ഓഫ് റേഞ്ച് എങ്ങനെ മാറി എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു പ്രോജക്റ്റ് റിസ്കോടെ എടുത്തിട്ട് അത് ചെയ്യാൻ താല്പര്യപ്പെടുകയും അത് പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ആ ഇഷ്ടപ്പെട്ട പ്രോജക്റ്റ് ആയപ്പോൾ അവരെന്ത് ചെയ്തു? അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്തു. പകരം നമ്മൾ വേറെ വല്ല സെന്റിമെന്റ്സ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ആ പിള്ളേർ ഹാർഡ് വർക്ക് ചെയ്യൂല, അഭിനയിച്ചിട്ട് പോവുകയുള്ളൂ. പകരം അവർ ഗ്രൂപ്പായിട്ട് ചേർന്ന് ഡിസ്കസ് ചെയ്തു. ഇത് എന്റെ മനസ്സിലുണ്ട്, നിങ്ങളെ മനസ്സിലുണ്ട്, അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ അവർ ടീം ഒത്ത് ക്രിയേറ്റ് ആയി. അവരെന്ത് ചെയ്തു? ഹാർഡ് വർക്ക് ചെയ്തു. ആ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർ പ്രോജക്റ്റ് പുറത്തെടുക്കുക. ജയിക്കേ തോക്കേ ചെയ്തിട്ട് 50 പ്രോജക്റ്റ് 40 പരാജയം സംഭവിച്ചു. 10 എണ്ണം ജയിച്ചാൽ മതി. 10 ജയിക്കുമ്പോഴത്തേക്കും 40 പ്രോജക്റ്റിന്റെ നഷ്ടം നികത്തുകയും ചെയ്യും. 4000 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരികയും ചെയ്യും. അത്തരം ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ എടുത്ത ഒരു എഫോർട്ടുണ്ട്. മമ്മൂട്ടിയെ പോലെയൊന്നുമല്ല മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ. എന്നിട്ട് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് പാർട്ടിന്റെ സെക്കൻഡ് പാർട്ടിന്റെ എല്ലാ അഡീഷണൽ പൈസകളും തന്നെയും ഇതിലുള്ള ആർട്ടിസ്റ്റെയൊക്കെ ഷെയർ ചെയ്യുമെന്ന് പറയുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്യുമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ലൈറ്റ് ബോയ്ക്കൊക്കെ ശമ്പളം 1500 രൂപയൊക്കെ കിട്ടൂ. പക്ഷെ അവരുടെ അക്കൗണ്ടിലോട്ടൊക്കെ ലക്ഷങ്ങൾ പോവും. മേക്കപ്പ് മാന്റെ ശമ്പളം, നിങ്ങൾ സിനിമയെ കുറിച്ചാണ് പറയണത്. ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആർട്ട് ഡയറക്ടർ ഒരാളല്ല, സാബു സിനിമ പോലെയല്ല. അദ്ദേഹത്തിന് കോടികളാണ് ശമ്പളം. അദ്ദേഹത്തിന് കീഴിൽ പണിയെടുക്കുന്നവർക്ക് ഡെയിലി വേജസ് ആണ് 1000 രൂപ, 1250 രൂപ, 1500 രൂപ, 2000 രൂപ. പക്ഷെ അവരുടെ അക്കൗണ്ടിലോട്ട് നല്ല പൈസ പോകും. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, നിങ്ങൾ വലിയ സീനൊക്കെ എടുക്കുമ്പോൾ പാസിങ് ചെയ്യും, വഴിയിലൊക്കെ നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഡെയിലി 1000 രൂപയേ ഉള്ളൂ. 1000 രൂപ ഇല്ല. എൻ്റെ അറിവിലാണെങ്കിൽ ഒരു 650 700 കിട്ടും. ബാക്കിയൊക്കെ വെട്ടിച്ചോണ്ടു മിഡിൽ ഏസ്റ്റേഴ്സ്. പക്ഷെ അവരുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ പോകും. ഇത്തരം രീതിയിൽ നല്ല രീതിയിൽ ചിന്തിക്കേണ്ട ദുൽഖറിനെ പോലെയുള്ള പിള്ളേർ ഈ ലോകത്ത് വരണമെങ്കിൽ ഉണ്ടല്ലേ ദുൽഖറെ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ 1000 ചിത്രങ്ങൾ ഇങ്ങനെ ഓടട്ടെ. ആ പൈസ നിങ്ങൾ കൂട്ടിവെക്കാതെ മാർക്കറ്റ് ഇവിടെയാണ്. ഇവരുടെ അക്കൗണ്ടിലോട്ടൊക്കെ ഈ കാശെത്തുമ്പോൾ എന്ത് ചെയ്യും? ഇവര് ധാരാളം പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്ത് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഉണരും. മാർക്കറ്റ് ഉണരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സർക്കാരിന്റെ കയ്യിലോട്ട് ടാക്സ് ധാരാളം ചെല്ലും. ടാക്സ് ധാരാളം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സർക്കാർ കൂടുതൽ പൈസ ഔട്ട്സോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. ഔട്ട്സോഴ്സ് എന്ന് പറയുമ്പോൾ റോഡുകൾ നന്നാക്കാനും നമ്മുടെ മറ്റു കാര്യങ്ങൾക്കും പിന്നെ പാവപ്പെട്ടവർക്ക് കൂടുതൽ കൊടുക്കാനും ഒക്കെ മനസ്സുള്ള സർക്കാരുണ്ടെങ്കിൽ, ജാട ലെവലല്ല, പഴയ തമ്പുരാൻ പരിപാടിയാണ് ഇപ്പോഴും നടക്കണേന്നൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മളെ പൈസ ഇവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ രാജ്യം ഗ്രോത്തിലോട്ട് പോകും. ഇത്തരം പേരെയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും പഠിച്ചൊരു ജോലി വാങ്ങണവരെയൊക്കെ നിങ്ങൾ വീട്ടിൽ നിങ്ങളെ ചെയ്തു വെപ്പിക്കോ. പക്ഷെ
ഈ ഇൻഡസ്ട്രിക്ക്, ഇന്ത്യ മഹാരാജ്യത്തിന്, ഭാരതം എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിന് ആവശ്യം നൂറുകണക്കിന് ശ്രീകൃഷ്ണന്മാരെയാണ്. നൂറുകണക്കിന് ശ്രീകൃഷ്ണന്മാരെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് ശ്രീകൃഷ്ണന്മാരെ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നൊക്കെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. എൻ്റെ ആറ്റിറ്റ്യൂഡ് ആകുമല്ല. ശ്രീകൃഷ്ണൻ അങ്ങനെയല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട്, ശ്രീകൃഷ്ണൻ മൾട്ടി തിങ്കറാണ്. ശ്രീകൃഷ്ണൻ ഒരു മൾട്ടി ഡെവലപ്മെന്റിന്റെ ആളാണ്. അദ്ദേഹം മൾട്ടിയായിട്ട് ചിന്തിച്ച ആളാണ്. അതുപോലെ ഒരു മൾട്ടി തിങ്കേഴ്സിന്റെ, ഞാനത് പറഞ്ഞത് നമ്മുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ് കേട്ടോ, ഇതിനകത്ത് മറ്റൊന്നുമില്ല. അങ്ങനെയുള്ള മൾട്ടി തിങ്കുള്ള എന്തിനേയും പുതിയതായിട്ട് അബ്സോർവ് ചെയ്യുകയും അത് ജനങ്ങളിലോട്ടൊരു സന്തോഷത്തോടെ ആനന്ദമാക്കി തീർക്കുകയും ആ ആനന്ദത്തിൽ കൂടി വലിയ വരുമാനം വരികയും അത് പ്രകൃതിയിലോട്ട് സ്പ്ലിഡ് ചെയ്യിക്കുകയും ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യരിലേക്ക് സ്പ്ലിഡ് ചെയ്യിക്കപ്പെടുകയും ചെയ്യുന്ന ശ്രീകൃഷ്ണന്മാരെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഒരു ദുൽഖറിനെ ഞാൻ ഇങ്ങനെ പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ, ദുൽഖർ ചെയ്യണുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ അനൗൺസ്മെന്റ് മാത്രമേ എനിക്കറിയാവൂ കേട്ടോ. അങ്ങനെ ദുൽഖർ ചെയ്യുന്നെങ്കിൽ അദ്ദേഹം ഒരു ശ്രീകൃഷ്ണനാണ്. അത്ര ശ്രീകൃഷ്ണന്മാരെയാണ് നമുക്ക് ആവശ്യം. ഭാരത സംസ്കാരത്തിൽ നിർത്തിയാണ് ഞാൻ സംസാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മറ്റു കോട്ട് ചെയ്യണില്ല അതിനകത്ത്. കോട്ട് ചെയ്താൽ ഞാനിതുപോലെ കൃത്യമായിട്ട് ഞാൻ കോട്ട് ചെയ്യില്ല. അത്തരം ആൾക്കാരുടെ 1,00,000 ആൾക്കാർ ഇന്ത്യയിലുണ്ടെങ്കിൽ, ഭാരതത്തിലുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ മാറ്റം ചെയ്ത് ഇതേ മൈൻഡോടെ ഇങ്ങനെ ആയിരിക്കണം. ഗ്രൂപ്പായിട്ട് പണിയെടുത്തിട്ട് അതിൽ പ്രതീക്ഷിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യൂ. വൈഡ് ലാഭം കിട്ടിയാൽ ഷെയർ ചെയ്യൂ. ആ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയണത്, ഓരോരുത്തരും അക്കൗണ്ടിലോട്ട് പോകുമ്പോൾ എക്സ്ട്രാ പൈസ വരും. നിങ്ങളത് മാർക്കറ്റിൽ പലതും പർച്ചേസ് ചെയ്യും. ആ പർച്ചേസ് എന്താവും, പലരുടെയും ബിസിനസ് ആവും. എല്ലാവരും വീട്ടിലോ കാശെത്തും. ആ കാശെന്തെയും അതിൽ നിന്ന് ടാക്സ് ഗവൺമെന്റിനെത്തും. നമ്മളെല്ലാം എന്ന് പറയണത്, അടുത്ത 10 വീട്ടിലും നല്ല പോലെ പൂക്കൾ പൂത്താൽ മാത്രമേ എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും നല്ലത് കിട്ടൂ. എന്റെ ചുറ്റും നാറ്റമാണെങ്കിൽ, എന്റെ വീട്ടിൽ നല്ല പൂക്കളുണ്ടെങ്കിൽ എന്റെ വീട്ടിലോട്ടടിക്കുന്ന കാറ്റ് നാറ്റമുള്ള കാറ്റായിരിക്കും. ഞാൻ ഇതേ പറയുന്നു. അപ്പോൾ ചുറ്റുപാടുകൾ നന്നാകുക എന്ന് പറയുന്നത് എല്ലാവരുടെയും കടമയാണ്. അതാണ് ഞാൻ ശ്രീകൃഷ്ണനെ കോട്ട് ചെയ്യണത്. ശ്രീകൃഷ്ണൻ എപ്പോഴും ചുറ്റുപാടുകൾ നന്നാക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ്. അത് ആർക്കും നിങ്ങൾ ഭഗവാനെന്നൊക്കെ കാണും. ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ആരെയും കാണുന്നില്ല. പക്ഷെ അവരൊക്കെ ചുറ്റുപാടുകളെ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല സൗരവും പടർത്താൻ ശ്രമിച്ചവരാണ്. ആ പടർത്തലിൽ കൂടി അവർ സ്വപ്നം കണ്ടു. എന്നിട്ടും നമുക്കത് മനസ്സിലാവുന്നതുകൊണ്ട് കിട്ടിയ സമയത്തൊക്കെ കൊന്നു. അത് വേറെ കാര്യം. അപ്പൊ അതങ്ങനെ നിൽക്കട്ടെ. അപ്പൊ അത്തരം കൃഷ്ണന്മാരെ നമുക്ക് ധാരാളം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത്തരം ഒരാളെ പോലെയാണ് ഞാൻ. ഇദ്ദേഹം ഇത് ചെയ്യുന്നുവെങ്കിൽ, ഇദ്ദേഹം നാളെ ഇത് ചുമ്മാ മീഡിയ പബ്ലിസിറ്റി കൊടുത്തിട്ട് ഒരു പരിപാടിയുണ്ട്, കുറെ പൈസ എന്തെങ്കിലും വരുമ്പോൾ മീഡിയയിൽ അനാവശ്യമായിട്ട് കുത്തിത്തിരികിട്ട് പബ്ലിസിറ്റി കൊടുക്കുക, എന്നിട്ട് അത് ചെയ്യാതിരിക്കുക. പക്ഷെ ഞാനിപ്പോ പറയുന്നത്, അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിയാണ്. നിങ്ങൾ നല്ല മനസ്സോടെ അത് ചെയ്യുന്നെങ്കിലാണ് ഞാനിതെല്ലാം കോട്ട് ചെയ്തത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വമ്പൻ അപകടങ്ങളുമായിരിക്കും. ചുമ്മാ പബ്ലിസിറ്റി എടുക്കുക, ജനങ്ങളുടെ നിന്ന് അത് ക്രെഡിറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വമ്പൻ പരാജയങ്ങൾ, ഒരു നിഗൂഢ താല്പര്യം. എങ്ങനെയാണ്? സാമ്പത്തികം ഉണ്ടാക്കുന്നത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അല്ലാത്ത രീതിയിൽ 1000 കോടി രൂപ നിങ്ങളെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ പുറത്തൊരു ഇറങ്ങുമ്പോൾ നിങ്ങളെ വിലമതിക്കുന്നത് 1000 കോടിയുടെ പുറത്തല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനത് പറയണം. എന്നിട്ട് ലോക സിനിമയിലേക്ക് ഞാൻ ഇതാ വരെയാണ്. ഈ പടത്തിൽ ഞാൻ ഒന്നും കൂടെ നിങ്ങളെ പ്രേക്ഷകരുടെ മുമ്പേ 300 കോടി കടന്ന് 400 കോടി കടന്ന് 500 കോടി ക്ലബിലെത്തുമെന്ന് ഞാൻ ഇതാ പറയുകയാണ്. സാറ്റലൈറ്റ് അടക്കം ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർക്ക് മെൽവേ ജെ ആൻഡ് അർച്ചന റാവുവിന് അഭിനന്ദനങ്ങൾ പറയുകയാണ്. ആർട്ട് ഡയറക്ടർ ജിത്തു സെബാസ്റ്റ്യൻ അഭിനന്ദനങ്ങൾ പറയുന്നു. പിന്നെ അതുപോയിട്ട് മ്യൂസിക് ജാക്കീസ് ബിജോയ്ക്ക് അഭിനന്ദനങ്ങൾ പറയുന്നു. ഗാനരചന ജോക്സ് ബിജോയ് മുസ്ഫിൻ പരാരി, അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുന്നു. DOP നിമിഷ് രവിയുടെ DOP എന്ന് പറയുന്നത് ഇതിനകത്ത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ നിങ്ങൾ അത് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ആ മിടുക്ക് തന്നെയാണ് സിനിമയുടെ. കാരണം നിങ്ങൾക്ക് എല്ലാത്തിലും ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഈ DOP അതിനകത്ത് സക്സസ് ആവുള്ളൂ. വെരി എക്സലന്റ്. ഇതിന്റെ 5 ഇരട്ടി പ്രതീക്ഷിക്കുന്ന കേട്ടാ സെക്കൻഡ് പാർട്ടിൽ. കുറവ് വന്നാൽ പറഞ്ഞു പോകും അറിയാതെ. ഇഷ്ടമുള്ളതുകൊണ്ട് പറയുന്നുണ്ടോ. അദ്ദേഹത്തിന് അഭിനന്ദനം അറിയിക്കുന്നു. പിന്നെ ആക്ഷൻ ഡയറക്ഷൻ യാനിക് ബെൻ, എന്ത് പറയാൻ. ഞാൻ പറഞ്ഞില്ലേ, എന്നൊന്നും പറയാനിലേക്ക് ഞാൻ നേരത്തെ എന്റെ ബ്ലോഗിൽ പറഞ്ഞു. അതൊരു 550 പേര് ഇപ്പൊ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അഭിനന്ദനം പറയുന്നു. ലെങ്തി വീഡിയോ ആയതുകൊണ്ട് വളരെ കുറച്ച് പേരെ കാണുള്ളൂ, അതും എനിക്കറിയാം. അഭിനന്ദനം അറിയിക്കുന്നു. പിന്നെ സ്റ്റോറി സ്ക്രീനിലെ ഡയലോഗ് ഡയറക്ഷൻ ജാക്കീസ് ബിജോയ്ക്ക് വീണ്ടും
അദ്ദേഹം നേരത്തെ ഒന്നിൽ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിനും സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ. കൂടുതൽ കെയർ ചെയ്യുക. കൂടുതൽ കെയർ ഒന്നുമില്ല, നിങ്ങൾക്ക് എന്ത് മനസ്സിൽ തോന്നുക ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ചിന്തിക്കുക. മലയാള ഇൻഡസ്ട്രി നിങ്ങൾ കൈപിടിച്ച് ഉയർത്തണം. നിങ്ങളുടെ മലയാളത്തെ ഇൻഡസ്ട്രിയിൽ ഒരു 10 സിനിമയെങ്കിലും ഒരു വാർഷിക ഇതിൽ 10,000 കോടിക്ക് മുകളിൽ 10 സിനിമ ഒരു പടം 1000 കോടി ക്ലബിലെത്തി 10,000 കോടിക്ക് മുകളിലെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനത് ഷെയർ ചെയ്യുന്നു. പിന്നെ ആക്ടേഴ്സ്, കല്യാണി പ്രിയദർശൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. അതിലഭിനയിച്ച ഒരു 12-14 വയസ്സായ കുട്ടി, അവളാണ് എൻ്റെ മുന്നിൽ ഇപ്പോഴും ഹീറോയിനല്ല ഹീറോ. അതായത് നമ്മളിനിപ്പോൾ ഹീറോ അങ്ങനെയല്ല. ഒരു പടത്തിന് ആരാണോ ലാൻഡ് ചെയ്ത് ടോപ്പിൽ കൊണ്ടുവന്നത് അയാൾ ഹീറോ. രണ്ടാമത്തെ ഹീറോ കല്യാണി പ്രിയദർശൻ. ഇങ്ങനെ പിന്നെ അങ്ങനെ താഴെ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ ഡയറക്ടർക്കാണ് സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ. അത് വേറെ അതും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ സിനിമയിൽ അഭിനയിച്ച നസ്ലിൻ, കെ ഗബൂർ, സാൻസി, നിഷാന്ത്, അരുൺ കുര്യൻ, ചന്തു സലീം പല പടത്തിലും ഇപ്പൊ നല്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ റോളിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രൊഡ്യൂസറായ ദുൽഖർ സൽമാനെ ടോട്ടൽ ബഡ്ജറ്റ് 105 കോടി എന്നാണ് ഗൂഗിൾ പറയുന്നത്. അതിൽ നിൽക്കില്ലാതെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള ചിത്രങ്ങൾ താങ്കളുടെ കയ്യിൽ ധാരാളം കാശ് എത്തുന്നുണ്ട്. താങ്കൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് താങ്കൾക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്യാം. അത്യാവശ്യം താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പടത്തിന് ആവറേജ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ പോലും ഈ പടങ്ങളെല്ലാം ഓടും. കാരണം പ്രേക്ഷകര് അതാണ് ഞാൻ എൻ്റെ എല്ലായിടത്തും പറയണത്. ആ പഴയ കാലത്ത് അറിവില്ലായ്മയുടെ ലോകമൊക്കെ പോയി. കാരണം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു മൊബൈൽ ഇരിക്കുകയും ആ മൊബൈൽ വഴി ലോകം മൊത്തവും നിങ്ങൾ കാണുകയും നിങ്ങൾ പറയണ കേൾക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളെ തിരിച്ചറിയുകയും ചെയ്ത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ എക്സാക്ട്ലി അന്വേഷിച്ച് കുറേ ബ്ലോഗേഴ്സ് ഇതിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. അവരത് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ചില കിറുക്കന്മാരും ഉണ്ട്. കിറുക്കന്മാരെന്നുകൊണ്ട് എങ്ങനെ നമ്മുടെ നാട്ടിലെ കിറുക്കന്മാർ യഥാർത്ഥ സത്യസന്ധന്മാർ ഇങ്ങനെ പുറത്തു കൊണ്ടുവരുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ചെയ്തതിനു ശേഷം അത് പ്രൂഫോട്ട് പുറത്തു കൊടുക്കുക. അത് മാർക്കറ്റിൽ അറിയട്ടെ. നിങ്ങൾ ചെയ്യുന്ന കാര്യം മാർക്കറ്റ് ചെയ്യപ്പെടലിൽ തെറ്റെന്താണ്? ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുമെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് ചെയ്തപ്പെട്ട കാര്യങ്ങൾ ഈ പടം 500 കോടി രൂപ ബഡ്ജറ്റിൽ നിങ്ങളുടെ കയ്യിൽ കളക്ഷൻ വരുമ്പോൾ 500 കോടി രൂപ ടോട്ടൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് വരുമ്പോൾ നിങ്ങളത് ചെയ്യുമെങ്കിൽ കുഴപ്പമെന്താണ്? 500 കോടി രൂപ തിയേറ്റർ കളക്ഷൻ 300 കോടി രൂപ എത്തി എത്ര കോടി കിട്ടുമെന്ന് എനിക്കറിയാം. 300 കോടി കിട്ടിയ 160 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. സാറ്റലൈറ്റ് പോണ എല്ലാ പൈസയും വരും, ടാക്സ് മാത്രമേ പോകുള്ളൂ. അപ്പൊ ഏകദേശം ഒരു 40 കോടി ബഡ്ജറ്റിന്റെ സ്ഥാനത്ത് 340 കോടി രൂപ കയ്യിലേക്ക് കിട്ടുകയും നിങ്ങൾ 40 കോടി രൂപ അതിൻ്റെ കൂടെ ഒരു 50 കോടി രൂപ നിങ്ങളെ പ്രോഫിറ്റ് ഷെയർ എടുക്കുകയും ബാക്കി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമെങ്കിൽ ഇതിൽ പോലെ ഒരു നല്ല മനസ്സുണ്ടോ എൻ്റെ ദുൽഖറെ? അതാണ് ഞാൻ കൃഷ്ണനോട്ട് നിങ്ങളെയൊക്കെ കമ്പയർ ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ വളർന്ന് പന്തലിച്ച് ഞാൻ പറയുന്നു, 300 കോടിയും കടന്ന് ലോകം കുതിക്കട്ടെ. ഒപ്പം തന്നെ മലയാള ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല ടോട്ടാലിറ്റി ഇന്ത്യൻ ഇൻഡസ്ട്രി മാറട്ടെ. സൗത്തൊന്നും നോർത്തൊന്നും ഇല്ല. പിന്നെ ചില സാഹചര്യങ്ങൾ വെച്ചാണ് ഞാൻ സൗത്തിനെ ഡിഫറൻറ്റ് ചെയ്ത് പറഞ്ഞത്. കാരണം നോർത്തുകാർക്ക് ഒരു കാലത്ത് സൗത്ത് ഒരു വേസ്റ്റ് പോലെയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ നോർത്തിലുള്ള ഡയറക്ടറാണ് നോർത്തിലുള്ളവരാണ് അവിടെ പോയി പണിയെടുക്കുന്നത്. പക്ഷെ നോർത്ത് സൗത്ത് ഒന്നുമില്ല, നമ്മളെ ഭാരതീയരാണ്. അക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രി 1.5 ലക്ഷം കോടി രൂപയിലോട്ട് അടുത്ത 1-2 വർഷം കൊണ്ട് വളർന്ന് കുതിക്കട്ടെ. ഒപ്പം തന്നെ എല്ലാവർക്കും നിങ്ങളുടെ ലാഭം വല്ലാതെ വരുമ്പോൾ 10 സിനിമ എടുത്ത് 8 എണ്ണം പൊളിഞ്ഞു, 2 പടം വല്ലാതെ ഓടി, 8 സിനിമയുടെ ലാഭവും നഷ്ടവും ഒക്കെ നിങ്ങൾ എടുക്കുക. എടുത്തതിന് ശേഷം ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും ഓരോ കൃഷ്ണന്മാരാകൂ, കൃഷ്ണന്റെ മനസ്സോടെ ജീവിക്കൂ. ലോക സിനിമയ്ക്ക് എൻ്റെ തികഞ്ഞ അഭിനന്ദനങ്ങൾ. എത്രയും വേഗം 500 കോടി ക്ലബിൽ ലോകം എത്തട്ടെ. എത്തിയതിന് ശേഷം ഇൻഡസ്ട്രി പുതിയ കുട്ടികളുടെ ഒരു ചിന്തിക്കുന്ന ഒരു കൂമ്പാരമായി മാറട്ടെ. പുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ നിങ്ങളെ ട്രാപ്പ് ചെയ്യാനും പല രീതിയിലും ട്രാപ്പ് ചെയ്യുടെ ലക്ഷക്കണക്കിന് പേര് കാത്തിരിക്കും. കെയർ ചെയ്യുക. പുതിയ കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ പറയുകയാണ്. കാരണം നിങ്ങളൊക്കെ പുതിയ കുട്ടികളാണ്. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ഇച്ചിരി നോട്ടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ചെറിയ നോട്ടികളൊന്നും ഞാൻ കുറ്റമായിട്ട് കാണില്ല. അത് പ്രായത്തിനനുസരിച്ച് എല്ലാവരും നോട്ടി ചെയ്യണം. ചെയ്യാതിരിക്കുക. ഒരു നോട്ടി ഇല്ലാത്തവൻ അവൻ വെറുതെ ഇരിക്കുന്ന വേസ്റ്റ് പണ്ടമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തെങ്കിലും കൊച്ചു നോട്ടി, പക്ഷെ അപകടകരമായ നോട്ടികളിലൊന്നും പോയി വിടാതിരിക്കുക. നോട്ടി പരിപാടികളിൽ പോയി വിടാതിരിക്കുക. കാരണം അത് വലിയ സമ്പത്ത് നിങ്ങളെ വരുമ്പോൾ നിങ്ങളെ ഒറ്റാനാളുണ്ടാവും. നിങ്ങളെ ഒറ്റാനാളുള്ളപ്പോൾ നിങ്ങൾ ഏത് കാലത്തെങ്കിലും എപ്പോഴെങ്കിലും ചെയ്ത കാര്യം വെച്ച് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ ആളുണ്ടാവും. കാരണം അങ്ങനെ ഒരു ട്രാപ്പ്ഡ് സെക്ഷൻ നമ്മളെ ഈ നാട്ടിലുണ്ട്. അങ്ങനെയാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അതിലൊന്നും വീഴാതെ ടെക്നിക്കലായിട്ട് നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച് ഫണ്ട് സ്വരൂപിക്കൂ, നിങ്ങളുടെ സ്വതന്ത്രത്തോടെ ജീവിക്കൂ. അങ്ങനെ ജീവിച്ച് നിങ്ങൾ പുതിയ പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കൂ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെപ്പോലെയുള്ള മരണം വരെ, മരിച്ചതിന് ശേഷം എൻ്റെ ശരീരമൊക്കെ ഞാൻ പിന്നെ സ്പേസ് ഇതിലോട്ടൊക്കെ ദാനം കൊടുക്കണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ ബോഡി മെഡിക്കൽ കോളേജിനല്ല, സ്പേസിലൊക്കെ പോയി കൊണ്ടുപോയി പീസാക്കി റിസർച്ച് ചെയ്തെടുക്കുന്ന ഒരു ശരീരം ആക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ വലിയ ആഗ്രഹമാണ്. നടക്കണമെന്നറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബോഡി സ്പേസിലേക്ക്, അല്ല മെഡിക്കൽ കോളേജിനല്ല, സ്പേസിൽ കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുള്ള എഗ്രിമെൻ്റ് എഴുതാനും ഞാൻ തയ്യാറാണ്. ഞാൻ തന്നെ പറഞ്ഞത്, ഞാൻ പ്രേക്ഷകരുടെ പറയേണ്ടതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ആയാലും ഇത് അടുത്ത സെല്ലായിട്ട് ഈ ബോഡി മാറേയുള്ളൂ. കത്തിച്ച് കളഞ്ഞ അടുത്തൊരു എനർജി ആയിട്ട് മാറേയുള്ളൂ. അതിന് ഒപ്പം തന്നെ നമ്മൾ ടെക്നോളജി മാറി, എല്ലാം മാറി. അപ്പോൾ നമ്മുടെ ഈ ബോഡി സന്തോഷമായിട്ട് മൂണിലോ സ്പേസിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവർക്കത് ഡിഫെൻസ് ചെയ്തിട്ട് ഉപയോഗിച്ച് ഒരു പരീക്ഷണങ്ങൾ നടത്താൻ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എൻ്റെ ബോഡി കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ മരണത്തിന് ശേഷം അത് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അത്തരം രീതിയിലൊക്കെ ഞാൻ റെഡിയായി എഗ്രിമെന്റ് എഴുതാൻ തയ്യാറാണ്. അതൊക്കെ ഞാൻ പറയുകയാണ്. കാരണം ആ രീതിയിലാണ് ലോകം മാറുന്നത്. മൾട്ടി തിങ്കാണ്. മൾട്ടി തിങ്കുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഒപ്പം പുതിയ ചെറുപ്പക്കാരുടെ മൾട്ടി തിങ്കുള്ള എല്ലാവരും, അവരാണ് ഈ വിജയം കൊണ്ടുവന്നിരിക്കുന്നത് ലോകം പോലെ. അവർക്ക് എല്ലാവർക്കും തന്നെ എന്നെപ്പോലെയുള്ള മധ്യവയസ്കരുടെ 100% സപ്പോർട്ട് എക്കാലം ഉണ്ടാവും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുക. ജയിക്കാൻ തോക്കാം. റിസ്ക് എടുക്കണവൻ ജയിക്കും, തോക്കും. ഒന്നും എടുക്കാത്ത ഒന്നും ആകില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്ന് എല്ലാവർക്കും ശല്യമായിട്ട് മാറും. അവ അറിയുന്നില്ല അവനെ കുറിച്ച് എല്ലാവരും ചീത്ത പറയുന്ന കാര്യം. അങ്ങനെ അല്ലാത്ത കുട്ടികളുടെ ഒരു ലോകം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇച്ചിരി നോട്ട് ചെയ്യുന്നതിനകത്തുണ്ടാവും. എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് വരികയും നിങ്ങൾ ഫേമസ് ആവുകയും ചെയ്യുകയും നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളോട്ട് പലരും സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ നൂറുകണക്കിന് പേര് ഈ ലോകത്ത് കാത്തിരിക്കുകയാണ്. അത്തരം ട്രാപ്പിൽ നിങ്ങൾ പോയി പെടാതിരിക്കുക. കെയർഫുൾ. ആവശ്യമായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ആരും ഇൻവോൾവ് ചെയ്യാതിരിക്കുക. അതാണ് ബെറ്റർ. കൂടുതൽ ഉയർച്ചയിലോട്ട് പോകട്ടെ. എൻ്റെ ദുൽഖറെ, നിങ്ങളെപ്പോലെ 1000 ദുൽഖർമാർ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മലയാളത്തിലെ ടൊവിനോ തോമസ്, അദ്ദേഹവും പല റിസ്ക് കൊടുക്കണം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പുതിയ പിള്ളേരാണ്. മോഹൻലാലിന്റെ മമ്മൂട്ടിയെ കുറിച്ചൊക്കെ ഇനി നമ്മൾ പറയേണ്ട കാര്യമില്ല. അവരൊക്കെ അവരുടേതായ വേറെ ലോകത്ത് പോയിട്ടുണ്ട്, പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ പുതിയ ജനറേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ റിസ്ക് എടുത്ത് എല്ലാവരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും തികഞ്ഞ അഭിനന്ദനങ്ങൾ. ലോക കത്തിക്കയറട്ടെ. നിങ്ങൾ ലോക കത്തിക്കയറുമ്പോൾ നിങ്ങൾ പ്രിയ എൻ്റെ ദുൽഖറെ അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടറെ, കല്യാണി പ്രവേശനെ, നിങ്ങളല്ല യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത്. ഞങ്ങളെപ്പോലെ ജീവിക്കണവരാണ്. ഞങ്ങളെപ്പോലെ ഇങ്ങനെ ചിന്തിക്കണവർക്കൊരു വല്ലാത്ത സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് പണം എൻ്റെ നാട്ടിലിറങ്ങണം. അതിന് നിങ്ങൾ ഇപ്പം ലോക സിനിമ വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്യണം. അപ്പോൾ അത് ഡോളറായിട്ട്, യൂറോയായിട്ട്, ദിനാറായിട്ട്, റൂബിളായിട്ട് നമ്മളെ നാട്ടിലിറങ്ങുകയാണ്. അപ്പം നമ്മളെ നാട്ടിലെ ഔട്ട്സോഴ്സ് കുറയും, ഇൻകം സോഴ്സ് കൂടും. എപ്പോഴും ഔട്ട്സോഴ്സ് കുറയുകയും ഇൻകം സോഴ്സ് കൂടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ സമ്പന്ന രാജ്യമാണത്. അതായത് നമ്മുടെ നാട്ടിലോട്ട് നമ്മുടെ പൈസ ധാരാളം വന്നിറങ്ങണം. നമ്മുടെ എക്സ്പോർട്ട് കൂടണം. എക്സ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് കുറയണം. എക്സ്പോർട്ട് 1 ലക്ഷം കോടിയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണത് 75,000 കോടിയായിട്ട് മാറണം. അപ്പോൾ 25,000 കോടി രൂപയുടെ ഗ്രോത്ത് നമുക്കുണ്ട്. ഇതൊന്നുമില്ലാതെ നമ്മളെ നോർമലി ഫുൾ പൈസ വരുന്ന ഒരു മേഖലയാണ് ഈ ഇൻഡസ്ട്രി. സ്പോർട്സ്, ഫിലിം, സയൻസ്, ഈ മേഖലകൾ. കാരണം എന്ന് പറഞ്ഞാൽ അവിടെയൊന്നും നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല, ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പകരം നമ്മൾ ചെയ്യണത് എന്താണ്? നമ്മുടെ വർക്ക് അവർക്ക് കൊടുക്കുക മാത്രമാണ് ചെയ്യണത്. അവിടെ നിന്ന് കാശ് ഇങ്ങോട്ട് വരാനേ ഉള്ളൂ, അങ്ങോട്ട് കൊടുക്കാനില്ല. അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഇൻപുട്ട് കൂടുന്നു, ഔട്ട്പുട്ട് കുറയുന്നു. ഔട്ട്പുട്ട് ഇല്ല, 0. അപ്പോൾ എന്താണ്? നമ്മുടെ വരുമാനം ഹൈ, അങ്ങോട്ട് പോകണം 0. അപ്പം നമ്മുടെ വാല്യൂ കൂടും. നമ്മുടെ വാല്യൂ കൂടണം. അങ്ങനെ ആകുന്നതുകൊണ്ടാണ് എനിക്ക് സന്തോഷം. ഞാൻ അല്ല സിനിമ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ലല്ലോ, ലോകം മൊത്തം കളിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പല വിധത്തിൽ നമ്മളെ പണം വന്നിറങ്ങുകയാണ് ഇവിടെ മാർക്കറ്റിൽ.
ഈ വന്നിറങ്ങണ്. തിരിച്ച് നമ്മളെ എന്തെങ്കിലും അങ്ങോട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് കേട്ടാ ഇല്ല, അവരെല്ലാ പ്രോഫിറ്റും എടുത്തിട്ടാണ് പൈസ ഇങ്ങോട്ട് ഇടുന്നത്. അപ്പൊ നമുക്ക് ഔട്ട്സോഴ്സ് ഇല്ല, ഇൻസോഴ്സ് ഇൻകമിങ് ആണ് കൂടുതൽ. ഇങ്ങോട്ടാണ് കാശ് വരുന്നത്. ആ കാശ് ഇവിടെ ഗ്രോത്ത് ആണ്, നമ്മുടെ അസൈറ്റ് ആണ്. ഇത്തരം അസൈറ്റുകൾ എല്ലാ മേഖലയിലും തുടരണം, എല്ലാ മേഖല. അല്ലാതെ നമ്മൾ ജോലി വാങ്ങിച്ചിരിക്കുന്നിടത്തൊന്നും ഈ അസൈറ്റ് ഇല്ല. റിസ്ക് എടുക്കുന്ന പിള്ളേർ മാത്രമാണ് അസൈറ്റ് കൊണ്ടുവരണം. രാജ്യം നിൽക്കുന്നത് ഇവരിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരാണ് ശ്രീകൃഷ്ണന്മാര്. അല്ലാതെ കത്തിയെടുത്ത് വെട്ടണമെന്നും മറ്റതും അതൊന്നുമല്ല. രാജ്യത്തിലെ കൃഷ്ണന്മാർ ഈ അസൈറ്റ് കൊണ്ടുവരുന്നതാണ്. അങ്ങനെയുള്ള അസൈറ്റുകൾ നിങ്ങൾ അങ്ങനെ നമ്മുടെ നാട്ടിലോട്ട് കാശ് പുറത്തുനിന്ന് മൾട്ടി ലെവലിൽ കൊണ്ടിറക്കണ എന്ത് വർക്ക് ചെയ്താലും ഞങ്ങളെപ്പോലുള്ളവർ, ഇത് എന്നെപ്പോലുള്ളവർ ഉണ്ടാവും. എന്നെപ്പോലെയും കുറെ മനുഷ്യർ ഈ ലോകത്തുണ്ട്. എനിക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻസ് അല്ല, അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ് വന്ന് പറയാൻ വരുന്നത്. ഉണ്ടാകും, തുടരട്ടെ. ലോക സിനിമയുടെ എല്ലാവർക്കും നൊവാക് സോളോയുടെ അഭിനന്ദനങ്ങൾ. പ്രേക്ഷകരെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് കേൾക്കുക. നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് രാജ്യത്തിന്റെ വികസനം. അല്ല നിങ്ങളല്ലാതെ ഉദ്ദേശിക്കണ ഈ പറയുന്ന രാഷ്ട്രീയ ചിന്തകളും മതചിന്തകളും ജാതി ചിന്തകളും ഇതൊന്നുമല്ല ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത്. എങ്ങനെയാണ് നമ്മുടെ ഇൻസോഴ്സ് കൂട്ടുക, ആ കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തണം. പകരം ആരോ പഠിപ്പിച്ചു വച്ചതിന്റെ പുറകെ നിങ്ങൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ കഴിവുകളെല്ലാം എവിടെയോ നിങ്ങൾ വേറൊരാൾ ബുദ്ധിപൂർവ്വം നിങ്ങളെ ലോക്ക് ചെയ്യുന്നതാണെന്നാണ് അർത്ഥം. അതാരായാലും ആ ലോക്ക് ചെയ്യാൻ നിങ്ങൾ നിൽക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവുകളിൽ വേറൊരാൾ വന്ന് ലോക്ക് ചെയ്യരുത്. എന്ന് പറയണത്, അയാള് ലോക്ക് പൂട്ട് കൊണ്ടുവരരുത്, അതിലൊരു കീ ഇടരുത്, ആ കീ പൂട്ടി അയാൾ കൊണ്ടുവരരുത്. നിങ്ങളൊരു ഓപ്പണൈസ്ഡ് ആളായിരിക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റും, രാജ്യവും മനസ്സിലാക്കാൻ പറ്റും, ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റും, രാജ്യത്തിന്റെ പുറവും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും ഒരു ലോക്ക്ഡ് ആളാവരുത്. അങ്ങനെ ഉള്ളവരെയാണ് കൃഷ്ണന്മാരെന്ന് പറയുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് ശ്രീകൃഷ്ണന്മാര് ജനിക്കട്ടെ. ആ ജനനം നമ്മുടെ നാടിന്റെ ഒരു ഗ്രോത്തായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. ഇനി ഒന്നും പറയുന്നില്ല പ്രിയ പ്രേക്ഷകരെ. സൈനിങ് ഓഫ്. നൊവാക് സോളോ. ബൈ.